നമസ്കാരം. കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കേരള വിഷൻ്റെ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവ പ്രത്യേക പവലിയനിലേക്ക് സ്വാഗതം. ഈ കലോത്സവ സംപ്രേഷണം നമ്മൾക്കായി അവതരിപ്പിച്ചിട്ടുള്ളത് ജപ്പാൻ സ്ക്വയർ, IIT, ഫ്രണ്ട് ലൈൻ, മജസ്റ്റിക് ജ്വല്ലേഴ്സ് തുടങ്ങിയവരാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു മിടുക്കിയുണ്ട്. മിടുക്കിയുടെ പേര് ജീന ഫാത്തിമ. ജീന ഫാത്തിമ വരുന്നത് മലപ്പുറം കോട്ടപ്പടിയിൽ നിന്നാണ്. ജീന പഠിക്കുന്നത് പാണക്കാട് ദാറുൽ ഉലൂം സ്കൂളിലാണ്. ബ്യൂഗിൾ വായനയിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ആണ്. നല്ല മിടുക്കി കുട്ടിയാണ്. ജീനയോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ജീന എത്ര കാലമായിട്ട്? ഞാൻ +1 പോയിരുന്നു, സ്റ്റേറ്റ് വരെ പോയി, എ ഗ്രേഡ് കിട്ടി. ഇപ്പോൾ +2 സ്റ്റേറ്റിലോട്ട് പോകാൻ നിൽക്കണു. പിന്നെ 10th ഞാൻ സെൻറ്റ് ജമാസിൽ ബാൻഡിനുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ സ്റ്റേറ്റിൽ പോയതായിരുന്നു. അങ്ങനെ ബാൻഡിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തി ഈ ഇൻസ്ട്രുമെന്റിൽ. എത്ര വർഷമായിട്ട് ഇനി 3ാമത്തെ വർഷമാണ് സ്റ്റേറ്റിൽ പോകുന്നത്. ഇപ്പം എത്ര വർഷമായിട്ട് ഈ ഒരു പരിശീലനം നടത്തുന്നുണ്ട്? പരിശീലനം ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് കൂടിയാണ് കേട്ടോ. അതായത് പ്രത്യേകിച്ച് അധ്യാപകരോ പരിശീലകരോ ഒന്നുമില്ലാതെ സ്വന്തം താല്പര്യവും സ്വന്തം അധ്വാനവും മാത്രം കൈമുതലാക്കി സംസ്ഥാന സ്കൂൾ കലോത്സവം വരെ എത്തിയിട്ടുള്ള ഒരാളാണ് ജീന. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്? സ്വന്തമായി സപ്പോർട്ട്, കോൺഫിഡൻസ്, വീട്ടിൽ നിന്ന് എന്തിനു സപ്പോർട്ട്, അതിന് ഒന്നിരുത് നിർത്തരുത്, അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടം എന്താണോ അത് ചെയ്തു, അങ്ങനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് സ്വയം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പോകും. അപ്പോൾ എങ്ങനെയാണ് ഇത് പഠിച്ചു തുടങ്ങിയത്? ഞാൻ കുറച്ച് യൂട്യൂബ് നോക്കി. പിന്നെ എനിക്ക് ഒരു 10th ബാൻഡ് സാറും കുറച്ച് നോട്ട്സ് അയച്ചു തന്നു. അപ്പോൾ അത് കാണാതെ പഠിച്ച് ഞാൻ +1 പോയി ഊതിയാണ്. യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാനിത് പഠിച്ചെടുത്തത്. അപ്പോൾ പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ഏത് തരത്തിലൊക്കെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് കൂടി നമുക്ക് ജീന ഒരു പ്രചോദനമാണ്. യൂട്യൂബ് നോക്കിയിട്ടാണ് ജീന ബ്യൂഗിൾ പഠിച്ചത്. ആ ബ്യൂഗിൾ പഠിച്ചതിലൂടെയാണ് ബാൻഡ് സംഘത്തിലേക്ക് എത്തുന്നത്. ബാൻഡ് സംഘത്തിൽ നിന്നാണ് ഞാൻ ബ്യൂഗിളിലെത്തിയത്. ബാൻഡ് സംഘത്തിലാണ് ആദ്യം എത്തുന്നത്. അതിൽ നിന്നാണ് പിന്നെ ബ്യൂഗിൾ പഠിച്ച് എത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്യൂഗിൾ ഒന്ന് വായിച്ചു തരാം. ഓക്കെ, ജീന ഇപ്പോൾ പറഞ്ഞത് സപ്പോർട്ടാണല്ലോ. അപ്പോൾ വീട്ടിൽ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? സപ്പോർട്ട് എനിക്ക് എൻ്റെ ഉപ്പായിരുന്നു. പക്ഷേ 2 വർഷം മുന്നേ ഉപ്പ മരണപ്പെട്ട്. അതിനുശേഷം ഉമ്മയാണ്, കാക്കയാണ്. എൻ്റെ കാക്കയാണ് എൻ്റെ ഉപ്പ. എൻ്റെ എല്ലാം എൻ്റെ കാക്കയാണ്. കാക്കാൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. കാക്ക ഉമ്മാനെ മോട്ടിവേറ്റ് ചെയ്ത് ഉമ്മാനും കോൺഫിഡൻസ് ആക്കും. കാക്കയാണ് എനിക്കല്ല. ആ ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് പറയുമ്പോൾ ജീനയുടെ മുഖത്തെ ഒരു സന്തോഷമൊക്കെ നമ്മൾ കണ്ടാലുണ്ടല്ലോ, നമുക്ക് അറിയാതെ തന്നെ ജീനയോടൊരു ഇഷ്ടവും ബഹുമാനമൊക്കെ തോന്നിപ്പോകും. ഒറ്റയ്ക്ക് പഠിച്ചെടുക്കുന്നു, വീട്ടുകാരുടെ സപ്പോർട്ട്. എന്തായാലും ജീനയ്ക്ക് നമ്മൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. അടുത്തത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കും കൂടെ പോകുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ജീനയുടെ ആഗ്രഹം? ഏവിയേഷനിൽ കയറണം ഇൻഷാ അല്ലാഹ്. ഇനി ഇൻസ്ട്രുമെൻ്റ് സൈഡിലും കൊണ്ടുപോകണം. ഇൻസ്ട്രുമെൻ്റ് സൈഡിലും കൊണ്ടുപോകണം. ഏവിയേഷനാണ്, പറക്കാനാണ്, ഉയരങ്ങളിലേക്ക് പറക്കാനാണ് ജീനയുടെ ആഗ്രഹം. അതായത് എപ്പോഴും നമ്മൾ ഉയരങ്ങളിലേക്കുള്ള ഒരു സ്വപ്നങ്ങൾ കാണണം എന്നുള്ള ഒരു പ്രചോദനം കൂടെയാണ് ജീനയുടെ വാക്കുകൾ. ജീനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.